Atom will travel with me for the rest of my life. It will stay with everybody who has seen the film. ന്യൂസിലൊക്കെ റെസ്പോൺസ് കേട്ടു കണ്ടപ്പോൾ ഒരു സിനിമ ഇഷ്ടമല്ല സിനിമ ഇഷ്ടമായിട്ടുണ്ട്. ഇതില് അടുത്തൊരു മമ്മൂട്ടിയാട്ടെ താങ്കൾ ഇത് സിനിമ മമ്മൂട്ടി വ്യത്യസ്ത റോളുകൾ ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ സിനിമ ചെയ്തപ്പോഴേ ഇതൊരു ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ സിനിമയാണെന്നുള്ള തരത്തിൽ തന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെറിറ്റ് കൊണ്ടിട്ടാണ് സിനിമ അവാർഡിന് പരിഗണിച്ചതും കിട്ടിയത്. ഈ സിനിമ അബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. ഇതിന് പിറകില് ഈ പറയുന്ന പോലെ ഒരു മുകുന്ദൻ ഉണ്ണിയുടെ വലിയ പ്രൊഡ്യൂസർ ഉണ്ട്, അല്ലെങ്കിൽ പറയുന്ന പോലെ ഇത് അബ്സല്യൂട്ട് കമേഴ്ഷ്യൽ ഫോർമാറ്റിലാണ്. 100%. ഇപ്പോ അതിയായ സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് ബുക്ക് മൈ ഷോയിലൊക്കെ നിറച്ച ഹൗസ്ഫുൾ ഷോസ് ഓൾറെഡി ആയി. അപ്പൊ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി തെറ്റിദ്ധാരണ ഇല്ല ആറാട്ടെണ്ണ. തീർച്ചയായിട്ടും കാര്യം നമ്മുടെ കണ്ട ആള് ഇപ്പൊ എനിക്ക് ആറാട്ടെണ്ണ നിങ്ങൾ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഈ സിനിമ കൂടി സംസാരിക്കുന്നില്ലേ? ഇതുപോലെ ഈ സിനിമ കണ്ട ഓരോ ആളുകളും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവർ ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെ 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 100% തിരക്കുണ്ടായിരുന്നല്ലോ. തിരക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ ബുക്ക് മൈ ഷോ കേന്ദ്രീകരിച്ച് നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാം ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് ആയി. ഇന്നിപ്പോ ആദ്യത്തെ ദിവസമാണ്. അപ്പൊ ആദ്യത്തെ ദിവസമായിട്ട് കൂടി ഇത്രയധികം ഹൗസ്ഫുൾ ഷോസ് വരുന്നു എന്ന് പറയുന്നത് ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ആണ്. ഈ സിനിമയുടെ വിജയം നമ്മളിപ്പോ പല ഫെസ്റ്റിവലുകളിൽ പോയി ഒരുപാട് അംഗീകാരങ്ങൾ ഈ സിനിമ കിട്ടി. പക്ഷെ ഈ സിനിമ ഒരു ഫെസ്റ്റിവൽ സിനിമയായിട്ടല്ല നമ്മൾ കൺസീവ് ചെയ്തത്. ഈ സിനിമ ഒരു 100% ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സസ്പെൻസ് ഡ്രാമയാണ്, സസ്പെൻസ് ത്രില്ലറാണ്, ക്രൈം സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടമാകുന്നത് അവരെ ഈ സിനിമ എന്റർടൈൻ ചെയ്യിക്കുന്നതുകൊണ്ടിട്ടാണ്, അവരെ ത്രില്ല് ചെയ്യിക്കുന്നതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ സിനിമ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊമോഷൻ മുഴുവൻ ചെയ്ത്. പക്ഷെ ആ പ്രൊമോഷനൊക്കെ ഫലം കണ്ടു. ഇപ്പൊ ഒരുപാട് ഹൗസ്ഫുൾ ഷോസ് വന്നു ഓൾറെഡി. ഇപ്പോ തന്നെ സാധാരണ ഇപ്പൊ ഒരു സ്റ്റാർ പവർ ഇല്ലാത്ത പടങ്ങൾ വരുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കുമല്ലോ. പക്ഷെ ഇന്ന് തന്നെ ഇത്രക്കധികം ഹൗസ്ഫുൾ ഷോസ് വന്നതും തിയേറ്ററുകളിൽ കൂടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി 90 തിയേറ്റേഴ്സ് ഉണ്ട്, അത് കൂടാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം സിനിമ കമേഴ്ഷ്യലി വയബിളായി അല്ലെങ്കിൽ കമേഴ്ഷ്യലി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആളുകളെ സിനിമ കാണിക്കുക. ആക്ടർ പിടിച്ചില്ലല്ലേ എല്ലാ ഇപ്പൊ ഒരാളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മറ്റേ സെറിന്റെ പെർഫോമൻസിനെ. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള നടികളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന മറ്റേ നടിയാണ്. സെറിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഞാൻ സെറിന്റെ സിനിമകൾ കണ്ടിട്ട് സെറിന്റെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഫിലിം പോലെയാണ് ഞാൻ ആട്ടം കാണുന്നത്. ഇനിയാണ് സെറിന്റെ പണി തുടങ്ങാൻ പോകുന്നത്. അടിപൊളിയായിരുന്നു. എന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് വെച്ചാൽ ഞാൻ ആട്ടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ പെർഫോം ചെയ്യുമ്പോൾ എസ്പെഷ്യലി ചാർജിനോട് സീൻസ് ഒന്നും കൂടുതലില്ലായിരുന്നു. പക്ഷെ വിനയും ബാക്കിയുള്ള ചേട്ടന്മാരും ഒക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാനിങ്ങനെ സ്തബ്ധമായിട്ട് നോക്കിയിരിക്കും. അത് പെട്ടുപോകും. പക്ഷെ അടുത്ത റിയാക്ഷനും ഡയലോഗ് ഞാനാ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറെ ടേക്ക് പോയേണ്ടി വന്നിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്ന മെമ്മറീസ് എല്ലാം മിക്കതും നടന്ന ആട്ടത്തിന്റെ ഷൂട്ട് ഡേയ്സിലാണ്. നമ്മുടെ ആ റിഹേഴ്സൽ സമയവും 35 ദിവസം റിഹേഴ്സൽ ചെയ്തത് എല്ലാം വളരെ അതിന്റെ പ്രതിഫലം എല്ലാം കാണുന്നുണ്ട്. വെരി വെരി ഹാപ്പി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ്. ഒരു ആർട്ട് ഫിലിമാണ് നമുക്ക് കാണാതിരിക്കുന്നത്. കാരണം ഒരു നിമിഷം പോലും ലാഗില്ല. ഫുള്ളി എൻഗേജിങ് ആണ്. നല്ല സ്ക്രിപ്റ്റാണ്. ഒരു പഞ്ചവലി പാലുള്ള പടം ഒരു ഫിലിമാണ്. ഇത് ക്ലാസിക് മൂവിയാണ്. ഒപ്പം എല്ലാവരും പോയി തിയേറ്ററിൽ കാണേണ്ട മൂവിയാണ്. ഇത് ക്ലാസിക് മൂവിയാണ്. ക്ലാസിക് മൂവി അറ്റ് ദ സെയിം ടൈം ലാഗൻ സംഭവിക്കില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ലാഗൻ സംഭവിക്കില്ല. ഫുൾ എൻഗേജിങ് ആണ്. എന്നാൽ നല്ല ക്ലാസിക് മൂവിയാണ്. 4 സിനിമകൾ
ഭയങ്കര ഇമോഷണൽ ആണ് ആക്ച്വലി. ഞങ്ങൾക്ക് ഭയങ്കര പേഴ്സണലി ഒരുപാട് പേര് നമ്മളെല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ആട്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. നമ്മളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളിൽ ഇങ്ങനത്തെ ട്രേറ്റ്സ് ഉണ്ടല്ലോ, നമ്മളൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് തോന്നിപ്പിക്കുന്ന സിനിമ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴും ഈ ക്യാരക്ടേഴ്സ് വിൽ സ്റ്റേ വിത്ത് അസ്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. എന്നാൽ ഒരു 100% ഒരു കൊമേഴ്ഷ്യൽ, ഒരു സസ്പെൻസ് ത്രില്ലർ. അതായത് ഇതിൽ ഞാൻ ഒരു റിവ്യൂവിൽ വായിച്ചു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാക്കാണ് വെർബൽ ആക്ഷൻ. ഫിസിക്കൽ ഫൈറ്റ്സ് അല്ല, വെർബൽ ആക്ഷൻ ആണ്. ഇറ്റ്സ് എ ഡയലോഗ് ഡ്രിവൺ ഇൻറ്റൻസ് ചേംബർ ഡ്രാമ. അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രീനിലേക്ക് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ട്. ഇപ്പം ഇതിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും 10-25 വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ്, തിയേറ്റർ ആർട്ടിസ്റ്റാണ്. 9 പുതിയ ആർട്ടിസ്റ്റുകളെ നമ്മൾ മലയാള സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വിത്ത് ദിസ്. ഈ ഒരു തിരക്കഥയുടെ ഒരു ബ്രില്യൻസ് ആൻഡ് ദ വേ ആനന്ദ് ഹാസ് കൺസീവ്ഡ് ദിസ്, അത് ഭയങ്കര ആക്ച്വലി ഞാൻ ഭയങ്കര മൂവ്ഡ് ആണ്. കാരണം നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ മാത്രമേ അത് നമ്മളെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുള്ളൂ. ഐ തിങ്ക് ആട്ടം വിൽ ട്രാവൽ വിത്ത് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. അത് ഇറ്റ് വിൽ സ്റ്റേ വിത്ത് എവ്രിബഡി ഹു സീൻ ദ ഫിലിം. ആൻഡ് ഐ റിയലി ഹോപ്പ് 2024 തുടങ്ങിയ ആദ്യമായിട്ടുള്ളൊരു വീക്കെൻഡിൽ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് റിലീസസ് ആണ്. പ്രേക്ഷകർ പണ്ടത്തെ പോലെ ഫുൾ ഹൗസ് തിരിച്ച് തിയേറ്റേഴ്സിൽ വന്ന്, ബിക്കോസ് ഇറ്റ്സ് എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. അങ്ങനെ കീപ്പിംഗ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ്. എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് ഫേവറേറ്റിസ്റ്റ് ആണ്. ബിക്കോസ് അവർ രണ്ടുപേരും അസാധ്യ ആർട്ടിസ്റ്റുകളാണ്. എനിക്ക് ഐ എം എ ഫാൻ ഓഫ് ദെയർ വർക്ക്. സെറിൻ ഓൾസോ സ്പെഷ്യലി, ഈവൻ ആനന്ദ് ഏകർഷി ഇതിൻ്റെ സംവിധായകൻ, ഇംതിയാസ് അലീനെ പോലെയുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇറ്റ്സ് എ ബ്രില്യൻ ടീം ഓൺ ആൻഡ് ഓഫ് ക്യാമറ. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഫ് യു ആസ്ക് മീ, വിനയ്, ഷാജൻ ചേട്ടനൊക്കെ ചെയ്തിട്ടുള്ളതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അവരുടെ ആട്ടത്തിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ആൻഡ് ഓൾ ഓഫ് ദം, ബിക്കോസ് എവ്രി വൺ ഇസ് എ ഹീറോ ഇൻ ദിസ് ഫിലിം. കാരണം കൊമേഴ്ഷ്യൽ മൂവി എന്ന് പറഞ്ഞ് മൈൻഡ്ലെസ് അല്ല ആട്ടം. ആട്ടം ഹാസ് എ വെരി സ്ട്രോങ് സോൾ ടു ഇറ്റ്. അതിനൊരു ഭയങ്കര ശക്തമായ ഒരു കഥയുണ്ട്, തിരക്കഥയുണ്ട്. ഒരു സിനിമ എന്ന് പറഞ്ഞ മാധ്യമം ആളുകളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സം പീപ്പിൾ മൈറ്റ് ഹാവ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്, ബട്ട് ഐ ബിലോങ് ടു ദ കാറ്റഗറി. എനിക്ക് വിശ്വസിക്കുന്ന സിനിമ വളരെ പവർഫുൾ ആയ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണ്. ആട്ടം പോലത്തെ സിനിമകൾക്ക് ഇപ്പോഴത്തെ തലമുറയെയും പഴയ തലമുറയെയും ചിന്തിപ്പിക്കാനുള്ള ഒരു ശക്തി അതിൻ്റെ കഥയിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇറ്റ്സ് എ പെർഫെക്റ്റ് മിക്സ് ഓഫ് കണ്ടന്റ് ഡ്രിവൻ പടം പ്ലസ് എല്ലാ കൊമേഴ്ഷ്യൽ ചേരുവകളും ഉണ്ട് ഇതിൽ. അപ്പൊ അതുകൊണ്ടാണ് രണ്ട് രീതിയിലും സിനി ഫൈൽസ് ഫെസ്റ്റിവൽ ക്രൗഡിനും വർക്കാവുന്നത്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ അതേ കയ്യടിയും ചിരിയും നമ്മൾ പ്രേക്ഷകർ ഇൻവോൾവ് ചെയ്യുന്ന കാണുമ്പോൾ വി ആർ വെരി ഹാപ്പി. അല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് സ്പീക്സ് എ ലോട്ട് അബൌട്ട് ഹൂ വി ആർ എന്നാണ് പറയാം. ഞാൻ പൊതുവേ സിനിമകൾ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് സിനിമകൾ എടുക്കുമ്പം ഞാൻ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പടം കമ്മിറ്റ് ചെയ്യുന്ന ഒരാളാണ്. നമുക്കും കൂടെ റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആയിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ദർ ഇസ് ട്രൂത്ത്, സത്യമുള്ള കഥകൾ എപ്പോഴും നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ കാറ്റഗറി, എല്ലാ ജോൺറയിലുള്ള സിനിമകളും നമുക്ക് ആവശ്യമുണ്ട്. കൊമേഴ്ഷ്യൽ, എന്റർടൈനർ, നമുക്ക് മ്യൂസിക്, ഡാൻസ്, എവറിഥിങ് വി നീഡ്. പക്ഷെ ഞാൻ അങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്നതല്ല. എനിക്കിപ്പോൾ നിങ്ങൾ ജയിലറും ആറാധാറും തന്ന് പ്രൊമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കില്ല. പക്ഷേ ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തി കിട്ടും. ബിയോണ്ട് എവറിഥിങ് മനസ്സിന് തൃപ്തി കിട്ടുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ആട്ടം പോലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അത് കൊമേഴ്ഷ്യലിയും കൂടെ വർക്ക് ആകുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. ആട്ടം എന്ന് പറയുന്ന ഈ സിനിമ IFFK ഭയങ്കര അഭിപ്രായം കേട്ടിരുന്നു. ഇത് ഞാനും സോഷ്യൽ മീഡിയയിൽ അതിന്റെ കുറെ സ്നിപ്പറ്റ്സ് ഒക്കെ കണ്ടു. ഇപ്പൊ വന്ന് തിയേറ്ററിൽ കണ്ടു. ഭയങ്കര വെൽമെയ്ഡ് ഫിലിമായിട്ട് ഫീൽ ചെയ്തു. ക്യാരക്ടേഴ്സിന്റെ, കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു 11 ആർട്ടിസ്റ്റുകൾ, അവരിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ്, അല്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കേണ്ട, നമുക്ക് പറഞ്ഞാൽ ഒന്ന് കണ്ടു നോക്കേണ്ട സിനിമയാണ്. അത്രയും നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇവർ ഈ സിനിമ. വിശ്വസനീയമാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എത്ര സിനിമകളിൽ നമുക്ക് ഇതൊരു സിനിമ കാണുകയാണ്, നമ്മൾ എടപ്പള്ളി വനിതയിൽ ഇരിക്കുകയാണ് എന്ന് പറയുന്ന ചിന്തയ്ക്ക് അപ്പുറം ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ വിശ്വസിച്ച് പോയ എത്ര സിനിമകൾ ഉണ്ടെന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും. വളരെ ചുരുക്കം സിനിമകളാണ് നമുക്ക് ആ വിശ്വസനീയത എലമെന്റ് വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. അത്തരത്തിൽ അത് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയ ഒരു സിനിമയാണ് പേഴ്സണലി ആട്ടം.
അയ്യോ, വിനയ് ഫോർട്ടിന്റെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം ആട്ടത്തിനെ. ഷാജോൺ ചേട്ടൻ ആസ് യൂഷ്വൽ ചുമ്മാ റോക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയും ആ പറഞ്ഞ ഷാജോൺ എന്ന് പറയുന്ന ആളിനപ്പുറം ഹരിയേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര കൺവിൻസിംഗ് ആയിരുന്നു, ഭയങ്കര വിശ്വസനീയമായിരുന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഇതിന്റെ ഫിലിം മേക്കർ ആനന്ദ് ഏകാദശിയെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ഫിലിം മേക്കർ ആണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് ഇതിലും ഗംഭീര സിനിമകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്ര കൈയൊതുക്കത്തോടുകൂടിയാണ് ഈ ഒരു ഫിലിം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചേക്കുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ആട്ടം.